നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 1 മകരമാസത്തിലെ തൈപ്പൂയ ഐതിഹ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. തൈമാസത്തിലെ പൗർണമി ദിനത്തിൽ തമിഴർ തൈപ്പൂയം ആഘോഷിക്കുന്നു. ശിവന്റെയും പാർവതീദേവിയുടെയും പുത്രനായ മുരുകനെ ആദരിക്കുന്ന ഉത്സവമാണിത്. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയ ദിവസമായാണ് ഇത് കണക്കാക്കുന്നത്. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ മകരമാസത്തിൽ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവപുത്രനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം. സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം വരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം എന്നും കരുതുന്നു. അതേസമയം സുബ്രഹ്മണ്യൻ്റെ വിവാഹ ദിനമാണ് തൈപ്പൂയമെന്നും ഐതിഹ്യമുണ്ട്. ഈ വർഷം ഫെബ്രുവരി 1 തൈപ്പൂയം വരുന്നത്. ശിവസുതനും ദേവസേനാപതിയുമാണ് സുബ്രഹ്മണ്യൻ. ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അതിനോട് ശ്രേയസ്സിനെ കുറിക്കുന്ന സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായതെന്ന് സ്കന്ദപുരാണം പറയുന്നു. വേദഗോ ബ്രാഹ്മണരുടെ ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യൻ. ജനനശേഷം മലർന്നു കിടന്നു കരഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ 6 ദിവ്യകാർത്തികമാർ കണ്ടു. അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു. അതുകണ്ട കുട്ടി 6 കാർത്തികമാരെയും മാറി മാറി നോക്കി. അപ്പോൾ കുഞ്ഞിന് 6 തലകൾ ഉണ്ടായി. 6 തലകൾ ഷൺമുഖൻ എന്ന പേരും നേടിക്കൊടുത്തു. കാർത്തികമാർ മുലയൂട്ടി വളർത്തിയതിനാൽ കുട്ടിക്ക് കാർത്തികേയൻ എന്ന നാമം ലഭിച്ചു. ജനനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെ എല്ലാം മകനായി സുബ്രഹ്മണ്യൻ മാറി. വിവിധ പേരുകളും സിദ്ധിച്ചു. സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈഘമേയൻ എന്ന പേരുകളിൽ 4 ശരീരം സ്വീകരിച്ചു. ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും, കാർത്തികേയൻ എന്ന പേരിൽ കാർത്തികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു. സുബ്രഹ്മണ്യന് 2 ഭാര്യമാരാണ് ഉള്ളത്. വള്ളി, ദേവയാനി എന്നിവരാണ്. ഇതിൽ വള്ളിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായും പുരാണങ്ങൾ പറയുന്നു. തൈ പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി. തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കുപോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യനെന്നുള്ള സമർപ്പണമാണ് കാവടി. അഭിഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ്. പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുക. പഴനിയിൽ രഥോത്സവവും മധുരയിൽ തൈപ്പരഥോത്സവവും നടന്നു വരുന്നു. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരിയിലെ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും പ്രസിദ്ധമാണ്. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. കേരളത്തിലും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയ ആഘോഷം നടക്കുന്നു. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ എന്നീ നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം വലിയ കാവടിയാട്ടവും ഘോഷയാത്രയും നടക്കുന്നു. മുരുക വിഗ്രഹത്തിൽ പഞ്ചാമൃതം, പാൽ, തേൻ, കളഭം, ഭസ്മം തുടങ്ങിയ അഭിഷേകങ്ങളും ഈ ദിവസം വിശേഷാൽ പൂജയും നടത്തുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ ദേവനാണ് സുബ്രഹ്മണ്യൻ. കൂടാതെ സാമ്പത്തിക ബാധ്യത, വിവാഹത്തടസ്സം, രക്തസംബന്ധമായ അസുഖങ്ങൾ, ശത്രുദോഷം, കലഹം, തൊഴിൽ തടസ്സം, കലഹ സ്വഭാവം, സാന്ത്വന ദുഃഖം എന്നിവയുടെ കാരണം
ജാതകത്തിലെ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതിയാണ്. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേകമായി ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. തൈപ്പൂയം ഒരു മതാചാര ദിനം മാത്രമല്ല, സഹിഷ്ണുത, ആത്മനിയമനം, ഐക്യം എന്നീ മൂല്യങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. ജാതി മത വ്യത്യാസങ്ങൾ മറന്ന് ആയിരക്കണക്കിന് ഭക്തർ ഒരുമിച്ച് പങ്കുചേരുന്ന ഈ ഉത്സവം ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. വിശ്വാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മശുദ്ധിയുടെയും മഹത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് തൈപ്പൂയം. ഭക്തർക്ക് ആത്മബലം നൽകുകയും ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ ദിനമായി തൈപ്പൂയം എന്നും നിലനിൽക്കുന്നു. ഈ ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.